വെൽക്കം ടു ബൈലിംഗൽ വിത്ത് ഡിസ്നി. ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ കൂടെ ഉള്ളത് ഷാലിമയാണ്. ഷാലിമ ഈസ് കറന്റ്ലി വർക്കിംഗ് ആസ് എ കെമിക്കൽ എഞ്ചിനീയർ. വി നോ ഈച്ച് അതർ ഫോർ ലാസ്റ്റ് 7-8 years. ഇപ്പം എന്നെ അറിയുന്ന ആൾക്കാർ, ഇഫ് യു നോ മീ പേഴ്സണലി, യു പ്രോബബ്ലി നോ ഷാലിമ. ഇന്നത്തെ എപ്പിസോഡിൽ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഹൗ ഇന്ത്യൻ വുമൺ ആർ നോട്ട് ഡിഫറെൻറ്റ് ഫ്രം അമേരിക്കൻ വുമൺ. ഞങ്ങൾ രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ് വെച്ചിട്ടായിരിക്കും. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം ഉള്ളത്, സോ ഐ ആം വർക്കിംഗ് ഇൻ എ ഫീമെയിൽ ഡോമിനേറ്റഡ് പ്രൊഫഷൻ ആൻഡ് ഷീ ഈസ് വർക്കിംഗ് ഇൻ എ മെയിൽ ഡോമിനേറ്റഡ് പ്രൊഫഷൻ. സോ ആ ഒരു വ്യത്യാസം ഞങ്ങൾ ഡിസ്കഷനിൽ എപ്പോഴും കാണാനൊരു ചാൻസ് ഉണ്ട്. അത് മിക്കവാറും പ്രതിഫലിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ അല്ലാതെ സംസാരിക്കുമ്പോൾ തന്നെ ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, ഞാനിവിടെ 10 years ആയിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അതേ എക്സാമ്പിൾസ് ആയിരിക്കുകയല്ല ഷാലിമയ്ക്കുള്ളത്. കാരണം ഞങ്ങളുടെ വർക്കിലെ ആ ഒരു വ്യത്യാസം കൊണ്ട്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഇന്ത്യയിലും അമേരിക്കയിലും ഞങ്ങളിവിടെ ആദ്യം വന്നപ്പോൾ ഞാൻ ഇന്ത്യയിലായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, അമേരിക്കയിലെ വുമണൊക്കെ ഡിഫറെൻ്റ് ആണ്, ഭയങ്കര ഡിഫറെൻ്റ് ആണെന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷെ ഇവിടെ വന്ന് ഈ 10 വർഷത്തിന് ശേഷമാണ് ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അമേരിക്കയിലെ വുമൺ ഡിഫറെൻ്റ് ആണെന്ന് വിചാരിച്ചോ. ഐ ഡോണ്ട് നോ ഇഫ് ഐ ഷുഡ് സേ അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ അതൊക്കെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. So for example, so Indian woman and American woman, so I'm trying to say how, like, what is the common things, okay? So they both are ambitious, they both are resilient. പക്ഷെ at the end of the day എന്താ സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്, അത് വെദർ ഇറ്റ് ഈസ് ഇൻ അമേരിക്ക ഓർ ഇൻ ലൈക്ക് ഇന്ത്യ, അവര് അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ല. നമ്മള് അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അംബീഷ്യസ് വുമൺ എന്നുള്ളത് ഒരു നല്ല ലേബൽ അല്ല. അത് ഏറ്റവും അധികം ആൾക്കാര് ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം ആൾക്കാര് പ്രയോറിറ്റീസ് കൊടുക്കുന്നത് നമ്മള് വീട്ടിലിരുന്ന് കെയർ ഗീവേഴ്സ് ആയിട്ടുള്ള മദേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഒരു ദേവതേനെ പോലെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ സൂപ്പർ വുമൺ എന്ന് പറയുന്നത് ആരെയാണ്? വീട്ടിലിരുന്ന്, ഒന്നെങ്കിൽ വെദർ നമ്മൾ 2 കാര്യങ്ങൾ ഒരുപോലെ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരായിരിക്കണം. അവരെയാണ് നമ്മൾ സൊസൈറ്റി കൂടുതൽ നമ്മൾ അക്സെപ്റ്റബിലിറ്റി ഉള്ളത് സൊസൈറ്റിയിൽ. എനിക്ക് തോന്നിയിട്ടുള്ളത് അമേരിക്കയിലും ഇന്ത്യയിലും അംബിഷ്യസ് വുമൺ കുറേ ഉണ്ട്. അതായത് ഒരു ഗോളിനെ അത് പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും ഭയങ്കര പാഷനേറ്റ്ലി ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള, അത് ഫോളോ ചെയ്യുന്ന വിമനാണ്. അതും ആണുങ്ങളെ പോലെ തന്നെ അംബിഷനൊക്കെ ഉള്ള വിമനാണ്. പക്ഷെ എന്തുകൊണ്ടോ ഒരാണ് ആംബിഷ്യസ് ആവുമ്പം അതിനെ ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് നമ്മുടെ സൊസൈറ്റി കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ഒരാണ് അംബിഷ്യസ് ആണെങ്കിൽ അവന് ആ ഒരു അംബിഷൻ ഉണ്ട്, അത് നേടിയെടുക്കാനുള്ള ഒരു ഇതുണ്ട്, അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ അതേസമയം ഒരു പെണ്ണ് അംബിഷ്യസ് ആണ് ഒരു കാര്യം. അംബിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിനെ പാഷനറ്റ്ലി ഫോളോ ചെയ്യുന്നു, നമുക്കത് നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്ത. അതേ ഒരു ചിന്ത ഒരു പെണ്ണിന് വരുവാണെങ്കിൽ അതിനെ ഒരു നെഗറ്റീവ് ലൈറ്റിലൂടെയാണ് കാണുന്നത്. അതിപ്പം ഇന്ത്യയിലാണെങ്കിലും ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയിൽ പെണ്ണുങ്ങൾ കുറെ കൂടെ അംബിഷൻ ഫോളോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്നാണ്. ആൾക്കാർ അത്രയ്ക്കും സൊസൈറ്റി അവരെ ജഡ്ജ് ചെയ്യത്തില്ല എന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇപ്പം കുറെ പേരെ കണ്ടപ്പോൾ മനസ്സിലായി അങ്ങനെയല്ല, അവരെയും രണ്ടുപേരെയും ഒരേപോലെയാണ് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത്. So I recently watch, even though it is like പണ്ടത്തെ ഒരു വീഡിയോ ആണ്, but I recently happened to watch it. So Princess Diana, so she was like giving a speech to a audience. അപ്പം സഡൻലി ഒരു ഓഡിയൻസ് ഒരാൾ ചോദിക്കുകയാണ്, സോ ലൈക്ക് ഡയാന, വേർ ഈസ് യുവർ കിഡ്സ്? അപ്പോ ലൈക്ക് ആ ഒരു ചോദ്യം ഇലോൺ മസ്കിനോ അല്ലെങ്കിൽ വേറെ ആർക്കും ആ ചോദ്യം നേരിടേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ തന്നെ പ്രിൻസ് ചാൾസിനും ആ ചോദ്യം നേരിടേണ്ടി വരുന്നില്ല. ചാൾസ് ഒരു പ്രസംഗം കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചാൾസ് ഒരു പ്രസംഗം കൊടുക്കുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. അതിനിടയ്ക്ക് ചോദിക്കുന്നില്ല നിങ്ങളുടെ കുട്ടി എന്തെടുക്കും എന്നുള്ള ചോദ്യം ചോദിക്കുന്നില്ല. ആ കുട്ടിയെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ, ജോലിക്ക് പോകുമ്പോൾ കുട്ടിയെ മിസ് ചെയ്യുന്നുണ്ടോ, കുട്ടീനെ ആരാണ് നോക്കുന്നത്, ഈ ചോദ്യങ്ങൾ സ്ത്രീകളോടാണ് ചോദിക്കുന്നത്. ഇപ്പൊ സ്ത്രീയും പുരുഷനും ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ജോലിക്ക് പോവാണ്, പുരുഷനോട് ആരും ചോദിക്കുന്നില്ല കുട്ടീനെ ആരാ നോക്കുന്നതെന്ന്.
അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് അസ്യൂംഡ് ആണ്. പക്ഷെ സ്ത്രീയോടാണ് ചോദിക്കുന്നത്. സ്ത്രീ ജോലിക്ക് വരുന്ന കാണുമ്പോൾ ഓക്കെ, അപ്പൊ കുട്ടികളെ ആരാ നോക്കുന്നത്? ആ ചോദ്യം വെദർ ഇറ്റ് ഈസ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇവിടെ, അത് ഭയങ്കര കോമൺ ആണ്. അതുപോലെ ഈ അംബിഷന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയാണ്, ഒരുപോലെ എനിക്ക് അറിയാവുന്ന, പേഴ്സണലി ഇവിടെ അറിയാവുന്ന അമേരിക്കയിലുള്ള ഒരു വുമൺ ആണ്. പുള്ളിക്കാരി PhD ഹോൾഡറാണ്. നന്നായിട്ട് പാഷനേറ്റായി പഠിച്ച് സ്കൂളിലൊക്കെ നല്ല ടോപ്പർ ആയിട്ടുള്ള, നന്നായി പഠിച്ച് PhD ഹോൾഡറാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി. പുള്ളിക്കാരി ഇപ്പം ജോലി നിർത്തി കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്നു. പുള്ളിക്കാരികൾ നമ്മളിപ്പം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുവാണെങ്കിൽ അതിനേക്കാളും കുറവുള്ള ഹസ്ബൻഡാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന്, നമുക്ക് ചിന്തിക്കാം, നമ്മൾ ആണുങ്ങൾ എന്താ പറയുന്നത് ബ്രെഡ് വിന്നേഴ്സ് ആകണം എന്നുള്ള ആ ഒരു സൊസൈറ്റിയൽ നോം കാരണമാണോ അയാൾക്ക് ജോലിക്ക് പോകേണ്ടി വരുന്നത്. രണ്ടാമത്തെ ആസ്പെക്ട് ഇതാണ്, ഒരു ചോയ്സ് സത്യത്തിൽ വുമണിന് കിട്ടുന്നുണ്ടോ അല്ലെ? അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മൾ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അമേരിക്കയിൽ പോയാൽ അങ്ങനെ അല്ല എന്ന്. പക്ഷെ 62% ഓഫ് കെയർ ഗിവേഴ്സ് ആർ വുമൺ. അപ്പം അവർക്ക് ആ ചോയ്സ് ശരിക്കും കിട്ടുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കേൾക്കത്തില്ലേ, ഇല്ല, അത് അവരുടെ ചോയ്സ് ആണെന്ന്. പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് അവരുടെ ജെന്യുവിൻലി അത് അവരുടെ ചോയ്സ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അതോ നമ്മൾ കണ്ടീഷനിങ് കാരണം അടിച്ചേൽപ്പിക്കപ്പെടുന്ന? ഐ റീസെന്റ് ഹേർഡ് ദിസ്. ഒരാൾ ഇങ്ങനെ ചോദിക്കുവാണ്, അപ്പം എന്താ പറയുന്നത്, അത് വുമണിന്റെ ചോയ്സ് അല്ലേന്ന്. അപ്പം മറ്റേ ആൾ പറഞ്ഞ എക്സാമ്പിൾ ആണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. സോ ദ എക്സാമ്പിൾ വാസ് ലൈക്ക്, ഓക്കെ, നിങ്ങൾക്ക് 2 ആൺകുട്ടികളുണ്ട്, അവരെ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുവാണ്. അപ്പം നിങ്ങൾ അവരുടെ അടുത്ത് പറയുവോ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ ഡോക്ടർ ആവാം, അല്ലെങ്കിൽ വാട്ട് എവർ പൊസിഷൻ, ലൈക്ക് വാട്ട് എവർ പ്രൊഫഷൻ യു ക്യാൻ ബി, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു ഹോം മേക്കർ ആവാം എന്ന് നിങ്ങൾ ആ ആൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുമോ? കൊടുക്കുമെങ്കിൽ മാത്രമേ അതൊരു ചോയ്സ് ആകുന്നുള്ളൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് ആണുങ്ങൾക്ക് ആ ചോയ്സേ കൊടുക്കാത്തത്? പക്ഷെ പെൺകുട്ടി ആണെങ്കിൽ നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇതൊക്കെ ആകാം, പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണമെങ്കിൽ അതൊക്കെ നിന്റെ ഇഷ്ടം എന്നുള്ള ഒരു കാര്യവും കൂടെ നമുക്ക് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കേൾക്കുന്ന ഒരു കാര്യമല്ലേ? എനിക്ക് തോന്നുന്നത് അത് നമ്മള് ബോത്ത് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ചെയ്യുന്ന ഒരു ഇൻജസ്റ്റിസ് ആണ്. ബിക്കോസ് ആണുങ്ങളുടെ മേലില് അടിച്ചേൽപ്പിക്കുകയാണ് ജോലിക്ക് പോകണം എന്തായാലും. പെണ്ണുങ്ങളുടെ മേലില് അത് ഒരു സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷൻ ആണ്. വേറെ എന്തൊക്കെ അച്ചീവ് ചെയ്താലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കുട്ടികളെ നോക്കണം, വീട്ടിലിരിക്കണം, കല്യാണം കഴിക്കണം, ഇങ്ങനത്തെ എക്സ്പെക്ടേഷൻസ് നമ്മൾ ഏൽപ്പിക്കുക. അതേപോലെ പറയുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ അച്ചീവ്മെന്റ് നമ്മൾക്ക് കിട്ടി, അപ്പം അത് ഒരു ആണ് പറയുകയാണെങ്കിൽ എല്ലാവരും അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു, അത് ഭയങ്കര നല്ല കാര്യമാണെന്ന് പറയുന്നു. പക്ഷെ അതേ സമയത്ത് ഒരു പെണ്ണിനാണ് ഒരു പ്രൊഫഷണൽ അച്ചീവ്മെന്റ് കിട്ടിയെന്ന് പറയുവാണെങ്കിൽ അപ്പം ബാക്കി എല്ലാവരും ചോദിക്കും, അപ്പം വീട്ടിലാരാ കുട്ടീനെ നോക്കുന്നത്, കുക്ക് ചെയ്യാറുണ്ടോ, അതൊന്നും ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനെ. അപ്പം നമ്മള് അത് ഭയങ്കര ഒരു നമ്മളൊരു അൺസീൻ പ്രഷറാണ്. ഇപ്പം ഈ പ്രൊഫഷണൽ അച്ചീവ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അതിലോട്ട് വർക്ക് ചെയ്യുന്ന ആ ഹാർഡ് വർക്കും സംഭവങ്ങളൊക്കെ പെണ്ണുങ്ങളും ഇടുന്നുണ്ട്, ആണുങ്ങളും ഇടുന്നുണ്ട്. അതേ സെയിം ലെവൽ ഓഫ് എഫേർട്ട് പെണ്ണുങ്ങളും ഇടണം. പ്ലസ് ഈ ബാക്കിയുള്ള ജഡ്ജ്മെന്റിനെയൊക്കെ നമുക്ക് നേരിടാനുള്ള മെന്റലി ആ ഒരു സ്ട്രെങ്ത്തും കൂടെ വേണം. അത് ഭയങ്കര ഡ്രെയിനിങ് ആണ്. ഞാന് ഇപ്പൊ നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് തന്നെ ഇപ്പത്തെ ഭയങ്കര ഹോട്ട് ടോപ്പിക് ആണല്ലോ. നമ്മുടെ ഡെമോക്രാറ്റ് നോമിനി ആയിട്ട് നിർദ്ദേശിക്കപ്പെട്ടുള്ള കമല ഹാരിസ്. അപ്പം അതിന്റെ എതിർഭാഗത്തുള്ള ആള് പറഞ്ഞൊരു കാര്യമാണ്, ലൈക്ക് അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആള് പറഞ്ഞൊരു കാര്യമാണ്, കമല ഹാരിസിന് അതിന് യോഗ്യതയില്ല, ബിക്കോസ് ലൈക്ക് പുള്ളിക്കാരിക്ക് കുട്ടികളില്ലാന്ന്. അത് കേട്ടപ്പോഴാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം മനസ്സിലാക്കുകയാണ് ജോർജ് വാഷിങ്ടൺ, നമ്മുടെ അമേരിക്കയുടെ ഫൗണ്ടിങ് ഫാദർ ആയിട്ടുള്ള ജോർജ് വാഷിങ്ടണിന് കുട്ടികളില്ല. അതിനെക്കുറിച്ച് ആരും ഇത്രയും കാലം ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇപ്പം കമലാ ഹാരിസിന്റെ ടോപ്പിക്ക് വന്നപ്പോഴാണ് എല്ലാവരും ആലോചിച്ചത്, ജോർജ് വാഷിങ്ടൺ അടക്കമുള്ള 5ഓളം പ്രസിഡന്റുമാർക്ക് കുട്ടികളില്ല. പക്ഷെ അത് ആ കാലത്തെങ്ങും ഒരു ടോപ്പിക്കേ അല്ലായിരുന്നു. പക്ഷെ ഇപ്പം കമലാ ഹാരിസിന്റെ കാര്യം വന്നപ്പോഴാണ് അവൾക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് അവൾക്ക് യോഗ്യത ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പൊ ജോർജ് വാഷിങ്ടൺ കുട്ടികളില്ലായിരുന്നോ? അപ്പം ഇത്രയും കാലമായിട്ടും അത് ആൾക്കാർക്കൊന്നും അതൊരു വിഷയമേ ഇല്ല. ഇന്ദിരാഗാന്ധി ഡെവലപ്പിംഗ് കൺട്രി ആയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇത്രയും ഡെവലപ്ഡ് കൺട്രി ആയ അമേരിക്കയില്
ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യുന്നത് തന്നെ, ഹിലരി ക്ലിന്റനെ നേരത്തെ നോമിനേറ്റ് ചെയ്തു, ഇപ്പോഴാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് തന്നെ എന്നുള്ളത് സത്യത്തിൽ ഈ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ് അല്ലെ. അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഈ സൊസൈറ്റിയുടെ ചിന്തയുടെ ഒരു റിഫ്ലക്ഷൻ ആണല്ലോ. ഇപ്പം ഇവിടെയുള്ള ആൾക്കാർ തന്നെയല്ലേ അങ്ങനെ ഒരു അവസരം കൊടുത്താൽ അവർ നന്നായി ചെയ്യത്തില്ല എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ ലീഡർഷിപ്പ് റോളിനൊക്കെ എതിരെ നാട്ടിലുള്ളത് പോലെ തന്നെ ഈക്വലി ഇവിടെയും വുമൺ ഡബിൾ സ്ട്രഗിൾ ചെയ്തതിനു ശേഷമേ ഇങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് റോളിലൊക്കെ എത്താൻ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത പോലെ ടീലർ സ്വിഫ്റ്റിന്റെ കാര്യമാണെങ്കിൽ ടീലർ സ്വിഫ്റ്റ് ഇപ്പൊ അടുത്ത് ബില്യനെയർ ആയി. അപ്പം എല്ലാവരും പക്ഷെ ഒരു വലിയ ചർച്ചയായിരുന്നു, ഇങ്ങനെ ഒരു നല്ല റോൾ മോഡൽ അല്ല എന്നാരോ പറഞ്ഞു. ഇത്ര 34 വയസ്സായി, കുട്ടികളില്ല, അപ്പൊ നല്ല റോൾ മോഡൽ അല്ല, കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ. പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ തന്നെ പറ്റുമോ? 34 വയസ്സുള്ള ഒരാള് ഇതുപോലെ ബില്യനെയർ ആയി, കുറെ ഫേമസ് ആയി, കുറെ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ആരെങ്കിലും പറയുമോ ഇങ്ങനെ എന്താ അയാളൊരു നല്ല റോൾ മോഡൽ അല്ല ഈ ഒരു കാര്യം കൊണ്ട്? അയാൾക്ക് കുട്ടികൾ ഉണ്ടോന്ന് പോലും നമ്മൾ ചിലപ്പം നോക്കുപോലും ഇല്ല. പക്ഷെ സൊസൈറ്റി അത് ഇവിടെയും ആ ഒരു സ്ട്രഗിള് നേരിടുന്നുണ്ട്. കാരണം ആൾക്കാർ ആ ഫസ്റ്റ് തന്നെ അത് പെട്ടെന്ന് പൊങ്ങി വന്നു, കുട്ടികളില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ സക്സസ്ഫുൾ, അപ്പൊ ഇവര് നല്ല റോൾ മോഡൽ അല്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ വുമൻസ് ഡേന്റെ ആഡൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ വുമൺ ക്യാൻ ഡു ഇറ്റ് ഓൾ, അങ്ങനെ. അതായത് ഇപ്പം ജോലിയിൽ സക്സസ്ഫുൾ ആണെങ്കിൽ വീട്ടിലും സക്സസ്ഫുൾ ആവണം. അതേപോലെ തന്നെ വീട്ടിലും ഇപ്പം ഇങ്ങനെ പറയും, ഇപ്പൊ ഹോം മേക്കർ ആയി ഇരിക്കുകയാണ്, അപ്പം ജഡ്ജ്മെന്റ് തീരെ കുറവല്ല, അപ്പോഴേക്കും ആ ജോലിക്ക് പോകുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പം ആ രണ്ട് എന്താ പറയാ, ഇതൊരു എന്താ പറയാ, ഒരിക്കലും നമ്മൾ ജയിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. കാരണം എന്ത് പറഞ്ഞാലും മറ്റേ ആള് പറയും ഇതില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം നന്നായിട്ട് ചെയ്യുന്നത്. ഇനി അത് പറയുമ്പോഴാണ് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, എല്ലാ വുമൻസ് ഡേ പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്, എല്ലാ വുമൻസ് ഡേയിലും ആവോളം പ്രകീർത്തിക്കുന്ന ഒരു വേർഡാണ് സൂപ്പർ വുമൺ, മൾട്ടി ടാസ്കിങ്. സോ മൾട്ടി ടാസ്കിങ്, നോബഡി ക്യാൻ ഡു മൾട്ടി ടാസ്കിങ് എന്ന് പല റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നോ വൺ ക്യാൻ ഡു മൾട്ടി ടാസ്കിങ്. ഇഫ് യു ആർ ആക്ച്വലി ഫോക്കസിങ് ഓൺ വൺ തിങ്, യു ക്യാൻ ഓൺലി ഫോക്കസിങ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ തിങ്. ഇഫ് യു തിങ്ക് യു ആർ മൾട്ടി ടാസ്കിങ്, ദാറ്റ് മീൻസ് ഒരു കാര്യം നിങ്ങൾ അത്രയും ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ടെക്നിക്കലി പ്രൂവൺ ആണ്. എന്നിട്ട് പോലും വുമൺ ആർ മൾട്ടി ടാസ്കിങ് അടിച്ചേൽപ്പിക്കുന്നതിന്റെ പിന്നിൽ ഉള്ള എന്താ പറയുന്നത്, പിന്നിലുള്ള നല്ല മനസ്സല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ആരും, അല്ലെ? സൂപ്പർ വുമൺ എന്ന് പറയുമ്പോഴും മൾട്ടി ടാസ്കിങ് വുമണിന് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് വുമൺ ഇത് അച്ചീവ് ചെയ്യുന്നത്? അവർക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അത് അവരെ വില കൂട്ടുകയല്ല ചെയ്യുന്നത്, വില കുറയ്ക്കുവാണ് ചെയ്യുന്നത്. സെയിം സൂപ്പർ വുമൺ എന്ന് പറയുന്നത് എന്തിനാ? സൂപ്പർ വുമൺ എന്ന് പറയുന്നത് ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും നിന്നെ പൊക്കാം, പക്ഷെ ഇതൊക്കെ നീ ചെയ്യണം, ബാക്കിയൊക്കെ ചെയ്തോ. അതൊക്കെ ഒരു സെൽഫിഷ്, അതിന്റെ ഉള്ളില് നമ്മള് ആ മൾട്ടി ടാസ്കിങ് സൂപ്പർ വുമൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രേസ് ചെയ്യുമ്പോൾ അതിന്റെ പിറകിൽ ഒരു നമ്മൾ കാണാതിരിക്കുന്ന ഒരു സെൽഫിഷ് മോട്ടീവ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ സെറിബ്രൽ ഇന്റലിജൻസിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ബോത്ത് മെൻ ആൻഡ് വുമൺ ആർ ഈക്വലി സെറിബ്രൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ മെൻ ആൻഡ് വുമൺ ആർ ഈക്വൽ, അല്ലെ? അപ്പോൾ എന്ത് ടാസ്ക് ആണെങ്കിലും രണ്ടുപേർക്കും അത് ചെയ്യാൻ പറ്റും. പിന്നെ അത് നമ്മുടെ എന്താ പറയുന്നത്, വർക്ക് പ്ലേസിലാണെങ്കിലും നമ്മളുടെ സൊസൈറ്റിയിലാണെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെയും ഈ പ്രഷർ കാരണം, അല്ലെ, സൊസൈറ്റിയുടെ കണ്ടീഷനിങ്, സൊസൈറ്റിയുടെ നോംസിനനുസരിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ കാരണം വുമണിനുണ്ടാവുന്ന പ്രഷർ, അത് ഇന്ത്യയിലും അമേരിക്കയിലും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇനി അതുപോലെ തന്നെയാണ് പേരിന്റെ കാര്യം. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. സോ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പേര് മാറ്റുന്നതിനെ കുറിച്ച് ഉള്ളതിനേക്കാളും വി ആർ സോ ഫോക്കസ്ഡ് ഓൺ താലിമാല ാണ് നമ്മൾ ഫോക്കസ്ഡ്, അല്ലെ? സിന്ദൂരം, താലിമാലയിലാണ് നമ്മൾ താലിയിടുന്നുണ്ടോ, അതാണ് ഫോക്കസ്ഡ്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ നെയിം ചേഞ്ചിങ്, അത് എൻ്റെ ഒരു കൊളീഗ്, പുള്ളിക്കാരി ഇവിടുത്തുകാരിയാണ്. അപ്പം പുള്ളിക്കാരി പറയാണ്, എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പുള്ളിക്കാരി പറയാണ് പുള്ളിക്കാരിക്ക് പേര് മാറ്റുന്ന ഇഷ്ടമില്ലായിരുന്നു. കാരണം പുള്ളിക്കാരുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും തമ്മിൽ നല്ലതായിട്ട് മാച്ചിങ് ആണ്, നല്ലതായിട്ട് പോകും ആ പേര്. നല്ല ഭംഗിയുണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കേൾക്കാൻ. അപ്പൊ പുള്ളിക്കാരിക്ക് പേര് മാറ്റാൻ താല്പര്യമില്ല. കല്യാണം കഴിക്കുന്ന ആളോട് പറഞ്ഞു. ആ പുള്ളിക്കാരനും പറഞ്ഞു, എന്തിനാ പേര് മാറ്റുന്നത്, നല്ല നേരാണല്ലോ, എന്റെ പേരുമായിട്ട് നിന്റെ പേര് അത്ര മാച്ചല്ല. ഇവർ എഗ്രീഡ് ആണ്. അപ്പം ഇവരൊരു ഫാമിലി ഗ്യാതറിങ്ങിന് പോവാണ്. അപ്പൊ ഈ ഫാമിലി ഗ്യാതറിങ്ങിന് പോകുമ്പോൾ ആ ചെറുക്കന്റെ ഫാമിലിയിലുള്ള ആൾക്കാര്
ഇങ്ങനെ ഇവരിങ്ങനെ എങ്ങനെയോ ഹാപ്പൻ ടു ബി അവർ ഡിസ്കസ് ചെയ്തു ഞങ്ങൾ പേര് മാറ്റുന്നില്ല എന്ന്. അവർ ഓൾറെഡി ചോദിച്ചു, ഓ എങ്ങനെയായിരിക്കുമല്ലോ നിന്റെ പേര്. അപ്പൊ പറഞ്ഞു അല്ല ഞാൻ പേര് മാറ്റുന്നില്ല. അപ്പോ തന്നെ ചെറുക്കന്റെ ഫാമിലിയിലെ ആള് പറഞ്ഞു മോനോടോ അല്ലെങ്കിൽ അവനോട് പറഞ്ഞു കൊടുക്കുവാണ്, മോനെ നീ സൂക്ഷിച്ചോ, നിന്നെ ഇവള് പെർമനന്റ് ആയി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പം ഇവിടെ എന്നിട്ട് ആ കുട്ടി പേര് മാറ്റി ആക്ച്വലി. അപ്പം ഇവിടുത്തെ ആൾക്കാരും ആ പ്രഷർ നേരിടുന്നുണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ എന്റെ വേറൊരു ഫ്രണ്ടാണ്, പുള്ളിക്കാരി ഇങ്ങനെ PhD പഠിച്ച ആളാണ്, ഫൈനൽ ചെയ്തുകൊണ്ടിരുന്ന ആളെ ഇപ്പം വീട്ടിലിരിക്കുവാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് വെളിയിൽ പോകും ഒരുമിച്ച്. അപ്പൊ വെളിയിൽ പോകുമ്പം അവരുടെ ഒരു മോളുണ്ട്, ആ മോളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചു, ഇങ്ങനെ ആ കൊച്ചിന്റെ അടുത്ത് ചോദിച്ചു വലുതാകുമ്പോ ആരാവണം. അപ്പം ആ കുട്ടി പറഞ്ഞ ഉത്തരമാണ്, ഇത് സത്യമായിട്ടും പറഞ്ഞ കാര്യം കേട്ടോ, ആ കുട്ടി പറഞ്ഞ ഉത്തരമാണ്, എനിക്ക് അമ്മയെ പോലെ വീട്ടിൽ വെറുതെ ഇരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പുള്ളിക്കാരിക്ക് അതൊരു ഷോക്കായിരുന്നു അത് കേട്ടപ്പോ. ആ പുള്ളിക്കാരിക്ക് അത് ഷോക്കായിരുന്നു, എനിക്കും അതൊരു ഷോക്കായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ആ കുട്ടി അതിനെ വ്യൂ ചെയ്യുന്നത്? ആ കുട്ടിയുടെ വ്യൂവില് അപ്പനാണ് ജോലി ചെയ്യുന്നത്, അപ്പനാണ് പൈസ ഉണ്ടാക്കുന്നത്, ഈ അമ്മയുടെ ജോലി സാക്രിഫൈസ് ചെയ്തു, ആ അമ്മയുടെ എല്ലാ കരിയറിൽ പുള്ളിക്കാരിക്ക് കിട്ടാവുന്ന എല്ലാ അച്ചീവ്മെന്റ്സും സാക്രിഫൈസ് ചെയ്ത് ഈ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുവാണ്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആ മോള് പറഞ്ഞു എനിക്കും അമ്മയെ പോലെ വെറുതെ വീട്ടിലിരുന്നാൽ മതിയെന്ന്. കുട്ടികള് നമ്മളെ കണ്ടാണ് വളരുന്നത്, അല്ലാതെ അവര് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും അവർ കാണുന്ന എക്സാമ്പിൾ ആയിരിക്കും അവർ ഫോളോ ചെയ്യുക. അപ്പം അത് അൺഫോർച്ചുനേറ്റ്ലി അല്ലെ, ഇന്ത്യയിലും അമേരിക്കയിലും അത് സെയിം ആണെന്നുള്ളത്. അതെ. ഇപ്പൊ അടുത്ത് ഞാൻ എവിടെയോ വായിച്ചു ഇങ്ങനെ, പെൺകുട്ടികൾ വളർന്നു വരുമ്പം ഈ പറഞ്ഞ പോലെ കണ്ട് ഇങ്ങനെ വളരുമ്പം പൊതുവേ എല്ലാവരും ഇപ്പം വർക്ക് പ്ലേസിലാണെങ്കിലും ഒക്കെ പറയും ഇങ്ങനെ കോൺഫിഡൻസ് കുറവാണ്. നമ്മളൊരു ഒരു 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 പെണ്ണിന് നമ്മൾ ഒരു ജോലിയിൽ ഒരു പ്രൊമോഷന്റെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ പെണ്ണിന് അത് പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കുക. ലൈക്ക് അവരുടെ കേപ്പബിലിറ്റീസ് എങ്ങനെയൊക്കെ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യും. ഒരു പ്രൊമോഷൻ, ഷീസ് ഡ്യൂ ഫോർ എ പ്രൊമോഷൻ, അപ്പം ആ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കണമെങ്കിൽ ഇതിനെങ്ങനെയാണ് റെക്കോർഡ്, അതൊക്കെയാണ് ആൾക്കാർ പെട്ടെന്ന് ചർച്ച ചെയ്യുക. പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ഡൗട്ടാണ്, വിൽ ഷീ ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ്. പക്ഷെ അതേ സമയത്ത് ഒരാണാണെങ്കിൽ ചോദിക്കും, ഓക്കെ ഡസ് ഹി ഹാവ് ദി പൊട്ടൻഷ്യൽ ടു ഡു ഇറ്റ്, എന്നാ ചെയ്യാൻ പറ്റുമോ എന്നാലോചിക്കും. അപ്പൊ ഞാൻ ഈ അടുത്ത് വായിച്ചൊരു കാര്യമാണ്, ഈ പെണ്ണുങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണ് ജോലിയിൽ, അല്ലെങ്കിൽ ഇൻ ജനറൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ കോൺഫിഡൻസ് കുറവാണ്. അത് പൊതുവേ എല്ലാവരും പറയുന്നതാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് കുറെയൊക്കെ സൊസൈറ്റിയുടെ കണ്ടീഷനിങ് കാരണം ചില അവസരങ്ങളിൽ നമ്മൾ തന്നെ നമ്മളെ സെൽഫ് ഡൗട്ട് ചെയ്യും. നമ്മളിങ്ങനെ വിചാരിക്കും, അയ്യോ ഇത് ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നുള്ളൊരു ഇത് വരും. അപ്പം ആരോ പറഞ്ഞിരുന്നതാണ്, ഈ ചെറിയ കുട്ടികള് they don't lack the confidence. അവര് ഈ കോൺഫിഡൻസ് ഇങ്ങനെ വളർന്നു വരുമ്പം അങ്ങനെ കുറയുന്നതല്ല, അവര് കാണുന്നുണ്ട് സ്മാർട്ട് വുമണിനെ സൊസൈറ്റി എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അത് കണ്ടാണ് അവർ വളരുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അവരുടെ മനസ്സിലുണ്ടാവും, ഞാൻ ഇതേപോലെ ഇപ്പൊ ambitious ആയാൽ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അവര് എന്നെ കുറിച്ച് എന്തൊക്കെയായിരിക്കും പറയുക, ഞാൻ ഇങ്ങനെ ആയിരിക്കണം, ഇന്ന രീതിയിൽ ഞാൻ എല്ലാം ചെയ്യണം, എല്ലാം ചെയ്താലേ ലൈക്ക് ബാക്കിയുള്ളവര് അങ്ങനത്തെ ഒരു. അപ്പം അവർ ആ എക്സ്പീരിയൻസ് കാണുന്നുണ്ട്, ബാക്കി എല്ലാവരും എങ്ങനെയാണ് സൊസൈറ്റി ഒരു ambitious അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വുമനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള, സ്മാർട്ട് ഒരു വുമനെ എങ്ങനെയാണ് സൊസൈറ്റി ട്രീറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പൊ അത് കണ്ടാണ് വളരുന്നത്. അപ്പൊ അത് കാരണം ആണ് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്നത്. കോൺഫിഡൻസ് അല്ല, അവർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്, അത് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ്. അത് ഭയങ്കര ഭയങ്കര സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ ദോ സൊസൈറ്റൽ പ്രഷർ ഒക്കെ അവിടെ ഉണ്ട്, ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, എങ്കിൽ പോലും ഇവിടെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി. നമുക്ക് നാട്ടിലേക്കാളും ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഈസി ആണെന്നുള്ള ഒരു ഗുണമുണ്ട്. ഇപ്പൊ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇപ്പം ഈ നല്ല കുട്ടി ആ പരിപാടി ഇവിടെ ഇല്ല. ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി കേട്ടിട്ടേ ഇല്ല. നല്ല പെൺകുട്ടി, അങ്ങനെ നല്ല പെൺകുട്ടി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ആകണ്ട, ഇന്നയാൾ നല്ലൊരു പെൺകുട്ടി അല്ല നല്ലൊരു കുട്ടിയാട്ടോ അവള്, അങ്ങനത്തെ ഒരു ലേബലിങ് ഇവിടെ എനിക്ക് തോന്നുന്നു താരതമ്യേന കുറവാണ്. എനിക്കൊന്നും ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആ സൊസൈറ്റി സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. ലൈക്ക് ഈ നല്ല നൈസ് ഗേൾ അങ്ങനെ ഒരു ലേബലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയും ആൾക്കാർ അതിൽ അഭിപ്രായം, ഈ പറഞ്ഞ പോലെ ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഫേമാണ്, ഇവിടെ സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് അത്രയും ആൾക്കാർ അതിൽ കയറി ഇടയ്ക്ക് വന്ന്, പിന്നെ ഇത്രയും പേരെ ബോധിപ്പിക്കേണ്ട, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു
ഇതാണ്, എല്ലാവരുടെ അപ്രൂവൽ വേണം. അത് ഒരു ഇത് എനിക്കൊന്നു കുട്ടിയുടെ കെയർ ഗിവേഴ്സിനാണെങ്കിലും ഒക്കെ ഇപ്പൊ നാട്ടിലൊക്കെ ഇപ്പൊ പൊതുവെ എല്ലാവരും ബന്ധുക്കളെ ബോധിപ്പിക്കണം, നാട്ടുകാരെ ബോധിപ്പിക്കണം. അത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉള്ള ഒരു തോട്ടാണ് പൊതുവെ. പക്ഷെ ഇവിടെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ബൗണ്ടറി ഫേം ആണ്. അപ്പം ഒരു പ്രഷർ ഇല്ല, ഒരു പ്രഷർ ഇവിടെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മാക്സിമം അവർക്ക് ഉള്ളത് അവരുടെ പേരൻസ്, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ സിബ്ലിങ്സ്, അത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ വെളിയിലേക്കുള്ള പ്രഷർ ഭയങ്കര താരതമ്യേന കുറവാണ്. ഒത്തിരി അങ്കിൾ ആന്റി ഇതൊന്നും ഇവരുടെ കേസിൽ വരുന്ന കാര്യമല്ല. പേരൻസ് ഓൾവേസ് ഡസ് മാറ്റർ. പേരൻസിന്റെ കാര്യമൊക്കെ കുറച്ച് പേരൻസിന്റെ പ്രഷർ ഇവരെ ബാധിക്കാറുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ അത് നാട്ടിലെ പോലല്ല. പേരൻസ് തന്നെയും ഇവർക്കൊരു ഡിസിഷൻ എടുക്കണം എന്ന് വെച്ചാൽ നാട്ടിലേക്കാളും സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. ഇവർക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ സൊസൈറ്റി പുള്ളി ചെയ്യുന്നത് ഈ മൊത്തം പള്ളിക്കാരെ അറിയിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ മൊത്തം നമ്മൾ പോകുന്ന കമ്മ്യൂണിറ്റിക്കാരെ അറിയിക്കേണ്ട കാര്യം, ആ മൊത്തം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ഗോസിപ്പ്, ഇതൊന്നും ഈ പെൺകുട്ടിക്ക് നേടേണ്ടി വരുന്നില്ല. സോ അവൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേറ്റ് വിട്ട് വേറെ സ്റ്റേറ്റിലോട്ട് പോയി ഒരു പുതിയതായിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. ഇവരെ മൊത്തം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. അവൾക്ക് അവിടെ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുവോ, അല്ലെങ്കിൽ അവൾക്ക് തന്നെ ഒരു കരിയർ ബിൽഡ് ചെയ്യുവോ, എന്ത് ചെയ്താലും എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ പരിചയമുണ്ട്. പിന്നെ അവളുടെ റൂട്ട്സിലേക്ക് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷെ അവർ നല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നു. അവർക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അത്രയും ഇല്ല. അതിന് കാരണം ഇപ്പം മാറി വരുവാണ്. നമ്മൾ കുറേയൊക്കെ ഇന്ത്യയില് പെൺകുട്ടികളെ ജനിക്കുമ്പോൾ മുതലേ കല്യാണം കഴിക്കാനുള്ള മെറ്റീരിയൽസ് ആയിട്ടാണ് വളർത്തുന്നത്. അപ്പൊ അവർക്ക് ആകെപ്പാടെ നമ്മളുടെ കിരൺ റാവു അല്ലേ ഡയറക്ട് ചെയ്ത ആ മൂവിയിൽ കണ്ട പോലെ തന്നെ, ലപ്പട്ട ലേഡീസിൽ കണ്ടതുപോലെ തന്നെ. സോ അവരങ്ങനെ മാരേജ് മെറ്റീരിയൽസ് ആയി വളർന്നു വന്നിട്ട് അവർക്ക് ലൈഫിൽ ഡിസിഷൻ എടുക്കാനോ ലൈഫിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനോ ഇന്ത്യയിൽ നമ്മൾ പഠിക്കുന്നില്ല. ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്തൊക്കെയാണേലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ യു ആർ പേയിങ് യുവർ ബിൽസ് എന്നുള്ള കാര്യം ഉള്ളത് കൊണ്ട് നമ്മളൊരു ജോലി എന്തായാലും നമ്മൾ പഠിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്കറിയാം ഞാൻ ബാർ അറ്റൻഡറായി ജോലി ചെയ്താലും വാൾമാർട്ട് ജോലി ചെയ്താലും എനിക്ക് ജീവിക്കാൻ പറ്റും. അപ്പം എനിക്ക് എന്റെ തന്നെ പൈസ ഉണ്ടാക്കി വണ്ടി ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്വാതന്ത്ര്യമാണ് അത്. എനിക്കൊരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് ആൾക്കാരുടെ ഒക്കെ കമന്റും കേട്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവിടുന്നു, വല്ല വീട്ടിലെ ആണുങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പോഴും ഞാൻ കാണാറുണ്ട് നാട്ടില് ഡ്രൈവ് ചെയ്യുന്ന പെണ്ണുങ്ങൾ ഭയങ്കര കുറവാണ്. അത് മാറി വരുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ അതൊരു പെണ്ണുങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ഇപ്പോഴും ഒരു സ്പെഷ്യൽ കാര്യമായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഞാൻ അത് കണ്ടിട്ടില്ല. 16 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ലൈസൻസ് എടുക്കും, എല്ലാവരും ഡ്രൈവ് ചെയ്യും. പെണ്ണായോണ്ട് അതെ, ആ ഒരു സ്വാതന്ത്ര്യം ഡെഫിനറ്റ്ലി ഇവിടെ നമുക്ക് അങ്ങനത്തെ കാര്യത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഡിസിഷൻ എടുക്കാം. ആസ് ലോങ് ആസ് യു ആർ പേയിങ് ദ ബിൽ, യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് അതർ പീപ്പിൾ. പക്ഷെ ലേബലിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. ലീഡർഷിപ്പ് സ്കില്ലായിട്ടോ അസർട്ടീവ്നെസ് ആയിട്ടോ അല്ല ഇവിടെ പറയുന്നത്. ലേബലിംഗ് ഈസ് ഓൾമോസ്റ്റ് സെയിം ഇവിടെ. പക്ഷെ എങ്കിലും ഇതൊക്കെ ലേബലിംഗ് ഒക്കെ ആ വുമണിനെ ചെയ്താലും ആ വുമണിന് കുറച്ചും കൂടെ സ്വാതന്ത്ര്യമുണ്ട്. അത് ശരിയാണ്. ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ചോയ്സസ് മേക്ക് ചെയ്യാനും നമ്മൾ കുറെ കൂടെ എംപവേർഡ് ആവും. അത് ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ഈ ഹോം മേക്കർ ആണോ എന്നുള്ള ചോയ്സ് എടുക്കണമെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്കതിനെ ചോയ്സ് എന്ന് വിളിക്കാൻ തന്നെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പം ഫൈനാൻസസിന്റെ കാര്യത്തിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഡിപെൻഡന്റ് ആണെങ്കിൽ അതൊരു ചോയ്സ് അല്ല, അതൊരു എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സൊസൈറ്റിയിൽ പ്രഷർ കാരണം ആണ് ചെയ്യുന്നെങ്കിൽ, എല്ലാത്തിനും വേറൊരു ആളെ ഡിപെൻഡന്റ് ആണെങ്കിൽ അതൊരു ചോയ്സ് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് അതാ പറഞ്ഞേ, ഏറ്റവും അധികം നേരിടുന്ന ഒരു വാദമാണ് ചോയ്സ് അല്ലേ. പക്ഷെ ആരാണ് ഈ ചോയ്സ് മേക്ക് ചെയ്യുന്നത്? നമ്മളുടെ എന്താ പറയുക, ആൻസെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആ പ്രഷറും ആ കണ്ടീഷനിങ്ങും സൊസൈറ്റിയിൽ നോംസും ഒക്കെ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ഒക്കെ നമ്മുടെ ചോയ്സ് മേക്കിംഗ് ഡിസിഷനെ ബാധിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തേർഡ് പേഴ്സൺ അവിടെ ഇരുന്നിട്ട് എന്തിനാ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്? അവരുടെ സ്വന്തം ഡിസിഷൻ അല്ലേ, സ്വന്തം ചോയ്സ് അല്ലേ. അപ്പൊ നമ്മൾ ആ ചോയ്സിനെയും റെസ്പെക്ട് ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ ആ ചോയ്സിന്റെ പിന്നിലുള്ള ഹിസ്റ്ററി
നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ അത് എന്ന് നമ്മൾ മനസ്സിലാക്കി വരുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഐഡിയൽ വേൾഡ് എടുക്കുവാണെങ്കിൽ നമ്മൾ ഐഡിയലി ആണായാലും പെണ്ണായാലും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അവർക്ക് രണ്ടുപേർക്കും ചോയ്സ് എടുക്കാനുള്ള ഒരു എംപവേർഡ് ആയിരിക്കണം, ആണായാലും പെണ്ണായാലും. അതിലേക്കാണ് ഒരു ഐഡിയൽ വേൾഡ് പോകേണ്ടത്. ആസ് ലോങ് ആസ് അങ്ങനെയല്ല, ഒരാള് വേറൊരാളിൽ ഇങ്ങനെ ഫൈനാൻഷ്യലി ഡിപ്പെൻഡന്റ് ആണ് അല്ലെങ്കിൽ സൊസൈറ്റി പ്രഷർ എടുക്കുന്ന അങ്ങനെ ആക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ മേലിലുള്ള എക്സ്പെക്ടേഷൻസും അവരാണ് നമുക്ക് വേണ്ടി ആ ചോയ്സ് എടുക്കുന്നത്. കറക്റ്റ് ആണ്. നമ്മളല്ല ചോയ്സ് എടുക്കുന്നത്, നമ്മൾക്ക് വേണ്ടിയിട്ട് അവരാണ് ചോയ്സ് എടുക്കുന്നത്. അത് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട്. സോ പീപ്പിൾ ഹു ആർ ട്രാപ്ഡ് ഇൻ ദിസ്, ദേ ആർ നോട്ട് ഈവൻ അവെയർ ദാറ്റ് ദേ ആർ ട്രാപ്ഡ് ഇൻ ദിസ്. ലൈക്ക് ഐ ഹോപ്പ് വൺ ഡേ ദേ വിൽ റിയലൈസ്. പക്ഷെ അത്രയ്ക്കും നമ്മളുടെ സൊസൈറ്റിയിൽ നോംസ് നമ്മളെ ഇങ്ങനെ ആക്കി മാറ്റി നമ്മൾക്കത് മനസ്സിലാകുന്ന പോലുമില്ല ദാറ്റ് വി ആർ ട്രാപ്ഡ്, അല്ലേ? സോ വെൻ someone is calling you a superwoman, they are not appreciating you. When someone is calling that, oh, you can do multitasking, no, they are not appreciating you. So like you are trapped. ഈ ഓരോ വാക്കുകളിലും ഓരോ വുമൻസിന്റെ മെസ്സേജിലും ഒക്കെ you are trapped. So at the same time, I wanted to mention that like why we are like ഈ ഒരു ലേബൽ നമ്മൾ ആണുങ്ങൾക്കും കൊടുക്കരുത്. Men should be the providers. Like ദയവ് ചെയ്ത ലോൺ ആ ഒരു ലേബൽ നമ്മൾ കൊടുക്കരുത്. കാരണം പണ്ടത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ എന്ത് ദയനീയമാണ്, പെങ്ങളെ കെട്ടിച്ചു വിടാനായി കഷ്ടപ്പെടുന്ന ആങ്ങള, നിനക്ക് നിന്റെ പെങ്ങന്മാരുടെ കാര്യം ചിന്തയില്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ, പിന്നെ എന്റെ അമ്മേനെ ഞാൻ നോക്കണം, എന്റെ അമ്മേനെ ലോൺ അടയ്ക്കാൻ കഷ്ടപ്പെടുന്നു. ഇതൊക്കെ അപ്പൻ അമ്മേനെ അറിയിക്കാതെ ചെയ്യുന്നു, പെൺമക്കളെ അറിയിക്കാതെ ചെയ്യുന്നു. അഥവാ ഇൻഡയറക്ട്ലി പെൺമക്കൾ ഒരു ഭാരമാണ്, അല്ലെങ്കിൽ ആണുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് പേയിങ് ദ ബിൽസ്. അതും നമ്മൾ മാറ്റേണ്ട കാര്യമാണ്. ഈ സെയിം ടൈമില് അതും നമ്മൾ മാറ്റേണ്ട കാര്യമാണ്. ആരാണ് പറയുന്നത് ആണുങ്ങൾ തന്നെ വേണം വീട്ടിലെ ബില്ല് അടയ്ക്കാനെന്ന്? നിങ്ങൾ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് സെറിബ്രൽ ഇന്റലിജൻസ്, സോ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് വുമൺ ആൻഡ് മെൻ ആർ ഈക്വലി ഇന്റലിജന്റ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പ്രൊവൈഡേഴ്സ് ആണ്. നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്കുള്ള പൈസ ഉണ്ടാക്കണം, രണ്ടുപേരും ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കണം. അല്ലാതെ ആണുങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ലേബലും അവരിൽ കെട്ടിവെക്കരുത്. അവർക്ക് ആ ഒരു പ്രഷർ നമ്മൾ കൊടുക്കരുത്. അതും എഗെയിൻ പേരൻസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓ, അവള് പെണ്ണല്ലേ, അവൾക്ക് ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നീ ജോലി കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് വേറൊരു ഇതിനോട് റിലേറ്റഡ് ആണ്, പക്ഷെ ഇത് ഡിഫറൻസ് ആണ് ഇപ്പൊ ഇന്ത്യയിലെ അമേരിക്കയിലെയും. ഇന്ത്യയിൽ ഇപ്പം ഗേൾസ് ഇപ്പൊ വളർന്നു വരുമ്പം പൊതുവെ എഡ്യൂക്കേഷൻ ഒക്കെ നമുക്ക് പേരൻസ് ഇപ്പം ഈക്വലി തന്നെ തരുന്നുണ്ട്. ബോയ്സിനെ വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെ തരുന്നുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവര് പറയുന്ന ഒരു കാര്യമാണ്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഭർത്താവ് എൻകറേജ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ സമ്മതിക്കുവാണെങ്കിൽ ജോലിക്ക് പൊയ്ക്കോ, കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ നീ എല്ലാം എന്താ പറയാ റെഡിയായി, ജോലി ഇപ്പൊ എന്റെ എംബിഷൻ ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്തോ. പക്ഷെ അല്ലെങ്കിൽ ബാക്കി എല്ലാം ആ ഒരു കുടുംബം ഒത്തുകൊണ്ടുപോകേണ്ട ആ ഒരു ചുമതല പെണ്ണിനാണ്. അപ്പം അല്ലെങ്കിൽ ഇപ്പം ജോലി, അതായത് ഭർത്താവിന്റെ ജോലിക്ക് ഫസ്റ്റ് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് ബാക്കി എങ്ങനെയാണോ ബാക്കിയുള്ള സമയം എങ്ങനെയാന്ന് വെച്ചാൽ മാനേജ് ചെയ്തോണ്ട്. അത് എനിക്ക് തോന്നിയത് ഭർത്താവിന്റെ ജോലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യം ഇവിടെയും ഉണ്ട്. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ ഇപ്പം എന്താ പറയാ ഭർത്താവ് കല്യാണം കഴിച്ചിട്ട് എൻകറേജ് ചെയ്യുവാണെങ്കിൽ ജോലിക്ക് പൊയ്ക്കോ, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് ഇവിടെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റി അപ്പം ചില കുട്ടികളുടെ കേസൊക്കെ എടുക്കുവാണെങ്കിൽ ലൈക്ക് അവർക്ക് ആ ഓപ്പർച്യൂണിറ്റിയേ ഇല്ല. ലൈക്ക് ആൻഡ് പേരൻസ് അത് ഫുള്ളി ആ ഒരു ഗാമ്പിളിൽ ഇട്ടിരിക്കുവാണ്. കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് ഓക്കെ ആണ്, എൻകറേജ് ചെയ്യുവാണെങ്കിൽ ഈ പഠിപ്പെല്ലാം ഉപയോഗത്തിനായിട്ട് വരും, ഇല്ലെങ്കിൽ ഇല്ല, ആൻഡ് യു ഹാവ് ടു ബി ഓക്കെ വിത്ത് ദാറ്റ് എന്ന് പറഞ്ഞ് ഒരു ഇത് കൊടുക്കണം. ആൻഡ് അത് ഭയങ്കര അൺഫെയർ ആണ്. അത് രണ്ട് രീതിയിൽ അൺഫെയർ ആണ്. ലൈക്ക് പെണ്ണുങ്ങളോട് ഭയങ്കര അൺഫെയർ ആണ്, ആൻഡ് ആണുങ്ങളോടും അവരുടെ തലയിൽ ഇടുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ വേണം ഇത് ഒക്കെ എന്താ പറയാ എൻകറേജ് ചെയ്ത് വിടാൻ. അത് അല്ലല്ലോ, അതിനേക്കാളും നമ്മൾ പക്ഷെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു വുമണിനെ നമ്മൾ എംപവർ ചെയ്യണം. എന്താ പറയാ സ്വന്തം ഇപ്പൊ എഡ്യൂക്കേഷൻ യൂട്ടിലൈസ് ചെയ്യാനോ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനോ. അത് അല്ലാതെ ഇപ്പം കല്യാണം കഴിച്ച ആള് എൻകറേജ് ചെയ്യുവാണ്, ഇതിനെല്ലാം കൂട്ടു നിൽക്കുവാണെങ്കിൽ മാത്രമല്ല നമ്മൾ നമ്മുടെ അംബിഷൻ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ തന്നെ നമുക്ക് അംബിഷൻ ഫോളോ ചെയ്യാനുള്ള ഒരു
ഒരു സാഹചര്യം നമ്മൾ കൊടുക്കണം. ആ ഒരു ഓപ്പർച്യൂണിറ്റി, കുറെ പേരുണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തവര്. അപ്പം അത് ഭയങ്കര അൺഫെയർ ആണ്. അത് കല്യാണം കഴിക്കുന്ന ആള് നല്ലതായിരിക്കുമോ എന്നുള്ള അനുസരിച്ചിരിക്കും എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അത് ഭയങ്കര ട്രൂ ആണ്. ട്രാവലിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് പെൺകുട്ടികളോട് പറയുന്നത്, കല്യാണം കഴിഞ്ഞ ശേഷം നിങ്ങൾ ട്രാവൽ ചെയ്യും. അത് ഇവിടെ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. ട്രാവൽ ചെയ്യാൻ പെൺകുട്ടിക്ക് ലൈക്ക് ഇപ്പൊ ഫൈനാൻഷ്യലി ഒക്കെ ഓക്കെ ആണെങ്കിൽ അത് ചെയ്തോ. ഞാൻ ഇന്ത്യയിൽ ഇഷ്ടംപോലെ പേരെ കണ്ടിട്ടുണ്ട് ഫൈനാൻഷ്യലി ഒക്കെ അവർക്ക് ഓക്കെ ആണ്. ഇപ്പൊ ഈ കുട്ടിക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ഈ കുട്ടി തന്നെ സ്വന്തമായിട്ട് ജോലി എടുത്ത് കാശ് ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ പോലും ട്രാവൽ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇതൊരു അഡൾട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു 20-25 വയസ്സൊക്കെ ഉള്ള, അല്ലെങ്കിൽ മേ ബി ഈവൻ ഞാൻ 30 വയസ്സൊക്കെ ഉള്ളവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടുകാർ സമ്മതിക്കുന്നില്ല. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി ഇവിടെ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ they will be so surprised. They will be like, who is not giving them permission? അതെ, അവർക്ക് why do they need permission? Why do they need permission is the question here. ലൈക്ക് നമ്മൾ പറയാണ്, ഓ എന്നെ അമ്മ വിട്ടില്ല, ലൈക്ക് ഹൗ ഓൾഡ് ആർ യു, ലൈക്ക് വൈ ഡു യു നീഡ്. ആ ഒരു കാര്യം മീൻസ് ലൈക്ക് ഭയങ്കര നല്ലതാണ് ഇവിടെ. അത് എഗെയിൻ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന സൊസൈറ്റിയിൽ നോംസിനും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അഭിപ്രായം പറയാൻ അവകാശമുള്ള പോപ്പുലേഷൻ കുറവാണ്. അതിന്റെ റാപ്പ് ക്വസ്റ്റ്യൻ ഇസ് ഫോർ യു ഷാലിമ. ഈ ലാസ്റ്റ് 10 years ഇന്ത്യയിൽ വുമണിന് എന്തെങ്കിലും ചേഞ്ചസ് ഷാലിമ കണ്ടിട്ടുണ്ടോ? അതെ, അത് ചേഞ്ചസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്, ഞാൻ ഇപ്പം 11 years മുന്നേ ആണ് US ഞാൻ സ്റ്റുഡന്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്തായാലും ഇപ്പൊ പഠിക്കേണ്ട ഇപ്പം നമ്മള് ഫീസിന്റെ ഒക്കെ കാര്യങ്ങളാണെങ്കിൽ എല്ലാം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആൾക്കാരൊക്കെ എൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ച ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ നേരിട്ട് പറഞ്ഞാണ്, അയ്യോ US പഠിക്കാൻ പോകുന്നത് പെൺകുട്ടിയല്ലേ, പെൺകുട്ടീന്റെ മേലിൽ ഇപ്പം ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഇടേണ്ട ആവശ്യമുണ്ടോ, എന്തായാലും കല്യാണം കഴിക്കാനുള്ളതല്ലേ. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ നിനക്ക് പഠിക്കാൻ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ജോലിയുള്ള വല്ലവരെയും കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാം, എന്നാ പിന്നെ ആ പഠിത്തത്തിന്റെ ശേഷം അവൻ നോക്കിക്കോളും. അത് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ്. പക്ഷെ അത് ഒരുപാട് പേര്, പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് നേരിടേണ്ടി വന്നത്, US പോയി പഠിച്ചാൽ പിന്നെ കല്യാണം കഴിക്കാൻ പാടായിരിക്കും, അവിടെ പഠിച്ച പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ആൾക്കാർ കുറവായിരിക്കും എന്നുള്ളത്. ഇതിപ്പോ 10 വർഷത്തിന് മുന്നേ ഞാൻ ഒരുപാട് കേട്ട ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് എൻ്റെ അടുത്ത് എൻ്റെ കൂടെ പഠിച്ച വേറെ ഗേൾസ് എല്ലാം പറഞ്ഞിട്ടുമുണ്ട്, യു ആർ സോ ലക്കി, പാരന്റ്സ് അലോ ചെയ്തല്ലോ പോയി പഠിക്കാൻ, നമ്മളെ വിടത്തില്ല, അങ്ങനെ പറഞ്ഞ അതുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ടു കാനഡയിൽ നിന്ന് വന്നൊരു ഫ്ലൈറ്റിന്റെ അകത്ത് നിന്ന് 2 പെൺകുട്ടികൾ ബൈ ദെംസെൽസ്, അവർക്ക് ഒരു 18 വയസ്സൊക്കെ ഉണ്ടാവും. അവര് ഒറ്റയ്ക്ക് വന്നു, അവര് ഇതെല്ലാം എടുത്തു വെക്കുന്നു. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര നല്ലതാണ്. ആൻഡ് ഇപ്പൊ ഞാൻ ഒരുപാട് കാണുന്നുണ്ട് കാനഡയിലും US ഒക്കെ പഠിക്കാനിരുന്ന് യൂറോപ്പിലൊക്കെ പെൺകുട്ടികളെ വിടുന്നുണ്ട്. അതൊരു നല്ല ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നാട്ടില്. ബിക്കോസ് അത് കാണുമ്പോൾ എനിക്ക് തോന്നും, okay, there is some progress. Thank you, Shalima, for joining with me. Thank you very much. Thank you.